ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി പാസ്ത ഉണ്ടാക്കലാണ് കേട്ടോ. ബാക്കിയോടെല്ലാം ശരിയാക്കി അങ്ങനെ തിരിച്ചു വന്നപ്പം പാസ്ത പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഇഞ്ചി, നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ശരിക്കും അരിയും കുഞ്ഞു കുഞ്ഞായിട്ട്. പേസ്റ്റല്ല കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് വരും നല്ല. അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചതയ്ക്കും നമ്മുടെ കല്ലയിലിട്ട്. അത് കഴിഞ്ഞിട്ടതെല്ലാം വഴറ്റിയിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ തക്കാളിയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കും. അതിന് ശേഷം ആണ് നമ്മുടെ കീമ എന്ന് പറഞ്ഞ ബീഫ് സെപ്പറേറ്റ് മസാലയെല്ലാം ഇട്ട് വേവിച്ച് നമ്മുടെ കുക്കറിലിട്ട് അടിച്ച് വെച്ചിരുന്നു. അത് ഇതിലോട്ടിടും, ഈ കൂട്ടിലോട്ട്. അതിലിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ പാസ്ത ഇടും. പാസ്ത ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെള്ളം പറ്റി കഴിയുമ്പോഴത്തേനും ഇവിടെ തന്നെയാണ് ഞാൻ തക്കാളി പേസ്റ്റ് വാങ്ങുമല്ലോ കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത, നമ്മുടെ വെളുത്തുള്ളി ഇല്ല, നമ്മുടെ സ്റ്റവിൽ തന്നെ ചുട്ടെടുക്കും. പിന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ തൊലി ഉരിയത്തില്ലേ, അത് റിമൂവ് ചെയ്ത് കളയും. എന്നിട്ട് തക്കാളിയും ഈ വെളുത്തുള്ളി ചുട്ടതും കൂടെ നമ്മുടെ മിക്സിയിലേക്ക് അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലെടുത്ത്, അതാണ് എൻ്റെ പേസ്റ്റ്, തക്കാളി പേസ്റ്റ്. നല്ല ടേസ്റ്റാണ് അതിന്. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ മേടിക്കുമായിരുന്നു. അതൊരു എനിക്കത്ര ഇഷ്ടമല്ല. അതിൻ്റെ ടേസ്റ്റ് ഇതിലോട്ടിടുമ്പോഴത്തേന് ആ പാസ്തയുടെ റിയൽ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പം ഇത് മിനിറ്റ് കൊണ്ട് തീരും. പിള്ളേർക്കും ഇഷ്ടമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, ഹസ്ബൻഡിനും എനിക്കും എല്ലാം ഇഷ്ടമുള്ളൊരു പാസ്തയാണിത്. ഇത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഴ്ചയും ഉണ്ടാക്കും. ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും പാസ്ത, പുട്ട്, പിന്നെ ഒരാഴ്ച അന്നേരം മടുക്കത്തില്ല, ഓരോന്ന് മാറി മാറി ഉണ്ടാക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ച ആകുമ്പോഴത്തേനും ഇഡ്ഡലി ആയിരിക്കും. അത് പിന്നെ ദോശ. അത് കഴിയുമ്പോൾ അന്നേരത്തിന് ഒരു 4 ആഴ്ച ആവുമല്ലോ. അപ്പോൾ 2 ദിവസത്തിന് ഇതുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചോറും കറിയും, മീൻ കറിയും, തോരനും അതൊരു ദിവസം. അങ്ങനെയുള്ളൊരു രീതി കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു ഫുഡും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മടുക്കത്തില്ല. അതാണ് ഒരു രീതി എൻ്റെ കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.